ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു റേഷ്യോ, അതാണ് ഉദ്ദേശിക്കുന്നത്. 1:1:1. അതായത് പ്രധാന ഇൻഗ്രീഡിയൻസായ അരി, ജാഗറി, പിന്നെ പഴം കൂട്ടിയിട്ടുള്ള ഉണ്ണിയപ്പം. ഇതെല്ലാം ഇപ്പോൾ 100 ഗ്രാം എടുക്കണമെങ്കിൽ 100 ഗ്രാം എല്ലാം ഓരോന്ന്, 300 ആണെങ്കിൽ 300, അങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെ 1/3 മൈദ, അത് ലാസ്റ്റ് ഇടേണ്ടതാണ്. ആദ്യമായിട്ട് ഈ ജാഗറി കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കുക. വെള്ളം നല്ലോണം തിളച്ച് എന്താണെന്ന് വെച്ചാൽ സിറപ്പാക്കി വെക്കുക. സിറപ്പാക്കിയതിന് ശേഷം അരി മിക്സിയിൽ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ മിക്സിയിലിട്ട് ഈ ചെറു ചൂടോടുകൂടി ഈ വെള്ളം ഇട്ട് നന്നായി അരക്കുക. ആ വെള്ളത്തിൻ്റെ വെള്ളം അരിച്ചൊഴിച്ചിട്ട് നന്നായി അരക്കുക. നന്നായി അരക്കുക എന്ന് പറയുമ്പോൾ അത് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അരി നന്നായി അരിയില്ല, തരിതരിയായിട്ട് നല്ല തരിതരിയായിട്ടുള്ളത് ഉണ്ടായാൽ മതി. അപ്പോൾ കുറച്ച് തരിതരി ഉണ്ട്, ചെറിയ തരിതരി ഉണ്ടാവും. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇതാവുന്ന വിധത്തിലുള്ള അരി. പിന്നെ കുറച്ച് പഞ്ചസാര, ഏലക്കായ് പൊടിക്കാൻ മാത്രം ഏലക്കായിൻ്റെ തരികളിട്ടിട്ട് നന്നായി പൊടിച്ച് മാറ്റി വെക്കുക. പിന്നീട് ഈ പഴം നല്ലോണം ഫോർക്ക് കൊണ്ട് നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് അതും കൂടെ അരച്ച് ഇതിലേക്ക് ഒഴിക്കുക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞ മൈദ കുറച്ചായിട്ടിട്ട് കട്ട കെട്ടാതെ നന്നായി ഇളക്കിയെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് ചേർത്തോളൂ. അത് പിന്നെ ഒരു 2 ടീസ്പൂണോ നിങ്ങൾക്കെങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ കറുത്ത എള്ള് നന്നായി കഴുകി അരിച്ചെടുത്തത് അതിടുക. ഞാനിതിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതാണ് എള്ളില്ലാത്തത്, ലാസ്റ്റാണ് ഇട്ടത്. പിന്നെ തേങ്ങാക്കൊത്തും പച്ചയോടുകൂടി തന്നെ ഇങ്ങനെ ചെറുതായി നുറുക്കിയിട്ട് ഈ അരപ്പിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് 2 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് നെയ്യ് നല്ല ഉരുക്കിയിട്ട് അതിനകത്ത് വെച്ച് കലക്കി വെക്കുക. എല്ലാം നല്ല ചേർത്ത് വെച്ചിട്ട് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിന് ശേഷം ചുടാം. അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ചുടുകയാണെങ്കിൽ അങ്ങനെയും ചുടാം. പക്ഷെ അന്നേരം കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ ചുടാം. മോശമാവുന്നില്ലെന്ന് എൻ്റെ അഭിപ്രായം. രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ചുടാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് ആ മിക്സിനെ ഒന്ന് കുറച്ച് ലൂസാക്കി കൊടുത്ത് ഈ പരുവത്തിലാക്കിയിട്ട് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഓക്കെ, എന്നാൽ ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് പറയണം കേട്ടോ. താങ്ക് യു സോ മച്ച്.